എല്ലാവർക്കും ട്രാവലോ കൾച്ചറിലേക്ക് സ്വാഗതം. പപ്പ ഇപ്പം നമുക്ക് ലഡാക്കിലോട്ട് പോവാണ്. അപ്പം ബാംഗ്ലൂർ ടു ലഡാക്ക് ട്രിപ്പ് പോവാ. അപ്പം ഇപ്പം ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് പാക്കിങ്ങും ഒക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ പാക്കിംഗ് സാമഗ്രികളാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് തുടങ്ങുവാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയേണ്ടത്, ഇപ്രാവശ്യം ബൈക്കിലാണ് പോകുന്നത്. കണ്ടിരുന്നത് നമ്മുടെ ബൈക്ക് പ്രിപ്പറേഷൻ അത് പ്രത്യേകിച്ച് ഒരു ഭാഗമായിട്ട് കാണിക്കുന്നുണ്ട് പോകുന്നതിൻ്റെ. നമ്മുടെ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 എടുത്തുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ പോകുന്നത്. ഈ പ്രാവശ്യം റോയൽ എൻഫീൽഡ്. അപ്പം നമുക്ക് അവിടെ നിന്ന് തുടങ്ങുമ്പോൾ പാക്കിംഗ് സാധനങ്ങൾ ഇത് നമ്മുടെ വിന്റർ ജാക്കറ്റും സ്കാർഫും ഒക്കെയാണ്. കാരണം ഇപ്പം അവിടെ ഭയങ്കര തണുപ്പുള്ള സമയമാണ്. അപ്പം നമുക്ക് പനിയൊന്നും വരാതെ സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ ഇങ്ങോട്ട് പോകുമ്പം ബൈക്കിൽ പോകുന്നതുകൊണ്ട് റൈഡിങ് ജാക്കറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റാണ്. റൈഡിങ് ജാക്കറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ റൈഡിങ് ജാക്കറ്റ് പാഡ് ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ ജാക്കറ്റിൽ നിന്ന് അത് ഊരി ഇവിടോട്ട് വെച്ചേക്കുക. കാരണം ഇവിടുന്ന് ഡൽഹി വരെ പപ്പ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പം ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഇതെല്ലാം ബാഗിൽ തന്നെ വെക്കേണ്ടപ്പം വെക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ഇതിനകത്ത് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് വെച്ചാൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഇപ്പം നമ്മൾ ഒരുപാട് തുണി വെച്ചിട്ടില്ല, കാരണം സ്പേസ് കളയാതിരിക്കാൻ. കൂടുതലും തേർമൽസാണ് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് 4 ജോഡി തേർമൽസ് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഞങ്ങൾ 3 ഷർട്ട്സും 4 കാർഗോ പാൻസ് വെച്ചേക്കുന്നത്, കംഫർട്ടിനും ഈസി ആവാനും ഒക്കെ അല്ലേ അപ്പം? അതെ അതെ അതെ. തെർമൽ ലൈൻസ് ആണ് നമുക്ക് കൂടുതൽ വേണ്ടത്. റൈഡിങ് ജാക്കറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടും എപ്പോഴും തെർമൽ ലൈൻസ്, ഇപ്പോൾ അവിടെ വിൻ്ററാണ്, അപ്പോൾ നമ്മൾ തെർമൽ ലൈൻസ് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതലായിട്ടും പ്രിപ്പയർ ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിവിടെ ഇതുമുണ്ട്, സോക്സും ഉണ്ട്. അതും വിൻ്റർ സോക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ അതല്ലാതെ സാധാരണ സോക്സ് കൊണ്ടുപോകുന്നുണ്ട്, പക്ഷെ പർട്ടിക്കുലർ വിൻ്റർ ക്ലോത്ത്സ് നമുക്ക് ഉണ്ടായിരിക്കണം. ആവശ്യം. പിന്നെ നമുക്കിവിടെ അവിടെ ഒരുപാട് മഴ പെയ്യാൻ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഴയൊക്കെ പെയ്യാൻ ചാൻസ് ഉണ്ടായിട്ട് ഞങ്ങൾ ഇത് വെച്ചിട്ടുണ്ട്, റെയിൻ കോട്ടും പാൻറ്റിന് വേണ്ടിയുള്ള കവറും. നമ്മുടെ ബൈക്കിന് പോകുന്നതുകൊണ്ട് തന്നെ റൈഡിങ് ഗ്ലൗസ് വെച്ചിട്ടുണ്ട്. വിന്റർ ഗ്ലൗസും ഉണ്ട്, പക്ഷെ ഇത് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഇതിടും അല്ലേ? അതെ അതെ അതെ. അത് നമ്മൾ പ്രത്യേകിച്ച് റൈഡിങ് ഗ്ലൗസ് അവിടത്തേക്കുള്ള വാങ്ങിക്കുന്നതിലും എക്സ്പീരിയൻസുള്ള പറഞ്ഞിരുന്നത് നമ്മൾ സാധാരണ ഗ്ലൗസ്, റൈഡിങ് ഗ്ലൗസ് ഉപയോഗിക്കുക, അതിനുള്ള വിൻ്റർ ഗ്ലൗസ് ലൈനർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മതിയാകും എന്നുള്ളതാണ് കേട്ടിട്ടുണ്ട്. പിന്നെ റെയിൻ ആണെങ്കിൽ അതിന് മുകളിൽ നമുക്ക് പറഞ്ഞ സർജിക്കൽ ഗ്ലൗസ് അത് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. ഇതിനുവേണ്ടി പ്രത്യേകിച്ച് കൂടുതൽ വാങ്ങിക്കേണ്ടി വരില്ല ഗ്ലൗസുമായിട്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഗ്ലൗസിന് നമുക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മഴയൊക്കെ ഉണ്ടായിട്ട് അവിടെ ഒരുപാട് വാട്ടർ ക്രോസിംഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഐസ് ക്യാബ് ഇപ്പം മെൽറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ഷൂ കവർ ഉണ്ട്. ഇത് നമ്മൾ ഷൂവിൻ്റെ മുകളിൽ ഇടുമ്പോൾ നനയത്തില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഷൂ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ദൂരം പോകേണ്ടതാണ്. അപ്പോൾ അത് വിൻ്റർ ബൈറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ യാത്ര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ എപ്പോഴും അത് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഷൂ കവർ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. വിന്റർ ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ കാലിങ്ങനെ മുറിവ് പോലെ വരും. വിന്റർ ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ കാലിൽ പൊട്ടുന്നതിനാണ് വിന്റർ ബൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പങ്ക്ചർ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പങ്ക്ചർ കിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പങ്ക്ചർ കിറ്റും നമുക്കിവിടെ ബ്ലോയിങ്ങിന് വേണ്ടി ഫില്ല് ചെയ്യാനുള്ള സംഭവം. അത് പമ്പാണ്, പോർട്ടബിൾ പമ്പാണ്. പോർട്ടബിൾ പമ്പ് നമുക്ക് കിട്ടും, വാങ്ങിക്കാൻ കിട്ടും. ആമസോണിലൊക്കെ ഉണ്ടാവും. അത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഓക്സിജന് വേണ്ടിയുള്ള പമ്പ് ഉണ്ട്. മൊമെന്ററി റിലീഫ് കിട്ടും. ഇത് എനിക്ക് പറ്റിയൊരു അനുഭവമാണ്. ഇവിടുന്ന് വാങ്ങിക്കണ്ട. ഇപ്പൊ ഞങ്ങൾ ഫ്ലൈറ്റിൽ അത് അലൗഡ് അല്ലെന്ന് പറയുന്നത് കേട്ടു. അത് നമ്മൾ ചെല്ലുമ്പോൾ മണാലി ഇതൊക്കെ വളരെയധികം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അത് വാങ്ങിക്കേണ്ട കാര്യമില്ല. അവിടെ ചെന്ന് നമ്മൾ വാങ്ങിച്ചാൽ മതിയാകും. ഞാനത് എനിക്കറിയില്ലല്ലോ അത് അലൗഡ് അല്ലെന്നുള്ളത്. വാങ്ങിച്ചു, ട്രൈ ചെയ്ത് നോക്കാം. പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് വേറെ വാങ്ങിക്കാം. അതാണ്. പിന്നെ ഒരു ചെറിയൊരു നമ്മുടെ പേഴ്സിന്റെ വെക്കാനായിട്ടുള്ളതിൻ്റെ ഡെക്കത്ലോൺ എന്നുള്ളതാണ് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ നമ്മുടെ പേഴ്സിന് അതിൽ വെക്കാം. ചെറിയ ഡോക്യുമെന്റ്സ്, ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ ഓഫ് കോഴ്സ് ഇതിനകത്ത് മാസ്ക് അങ്ങനെയൊക്കെ ഉള്ളത്. റൈഡിംഗ് ഗ്ലാസസ് ഉണ്ട്, കാരണം ഇപ്പം അവിടെ ഒരുപാട് സണ്ണി ഭയങ്കര ലൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഷെയ്ഡ്സ് ഉപയോഗിക്കുന്നത് വളരെ റെക്കമെൻഡഡ് ആണ്. അതെ അതെ അതെ. പിന്നെ നമ്മളിത് നമ്മുടെ ഗോപ്രോ കിറ്റും കാര്യങ്ങളും, പിന്നെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട്. ട്രൈപോഡിന്റെ കൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഫോണിന്റെ കവർ, കാരണം ഇപ്പം വാട്ടർ പ്രൂഫ് നമുക്ക് ബൈക്കിന്റെ ഹാൻഡിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചാർജിങ്ങിനും എല്ലാത്തിനും ഈസിയാണ്. പോകുന്ന സമയത്ത് റൂട്ട് മാപ്പ് ഇടാൻ പറ്റും. അപ്പോൾ അതിനെ പറ്റിയ
ഒരു ഇതാണ്. പിന്നെ നമ്മുടെ ബാലക്ലാവ ഉണ്ട്, ഇപ്പം ഹെൽമെറ്റ് വെക്കുമ്പം പ്രൊട്ടക്ട് കംഫർട്ടും ഉണ്ടാവും. അതെ, വളരെ ഡസ്റ്റി ആയിട്ടുള്ളൊരു ഇതാണ്, കൂടാതെ ഓഫ് റോഡും ഉണ്ട്. അപ്പം ബാലക്ലാവ ഉപയോഗിക്കുന്നത് പ്രിഫേർഡ് ആണ്. ഇത് നമ്മുടെ ഹാൻഡിൽ വെക്കുന്ന ഗോപ്രോ ഫിറ്റ് ചെയ്യുന്നതിനുള്ള എക്സ്റ്റൻഷൻ പീസാണ്. അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഗോപ്രോയ്ക്ക് വേണ്ടിയിട്ട് കവറേജ് റെയിനി ആയതുകൊണ്ട് മഴയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതൊരു നല്ലതാണ്. പിന്നെ ചെറിയ ടൂൾ കിറ്റ്. ഇതല്ലാതെ ഞാൻ 2 സ്പാൻഡറുകൾ എടുക്കുന്നുണ്ട്. അത് 8, 10, 13, 22 ഈ സ്പാൻഡറുകളാണ്, സൈസിൻ്റെ സ്പാൻഡറുകളാണ് എടുക്കുന്നത്. നമുക്കിവിടെ റിഫ്രഷിംഗ് വൈബ്സ് ഉണ്ട്. അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കിവിടെ ഇതിന്റെ പേര് മറന്നുപോയി. ഇത് ബങ്കി റോപ്സ്. നമുക്കിവിടെ ലോക്ക് ഉണ്ട്, ജസ്റ്റ് ഇൻ കേസ് ഇപ്പം വണ്ടി വെച്ചിട്ട് പോണ്ടിയോ വല്ലതും വന്നാല് ഹെൽമെറ്റ് ഒക്കെ ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ പപ്പയുടെ മുട്ടിനും ഒക്കെ വല്ലതും ബുദ്ധിമുട്ട് വന്നാൽ അത് നല്ലതാണ്. നമ്മൾ ഗ്രിപ്പ് ബാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് ഇൻ കേസ് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ആകില്ല അപ്പോൾ അതൊരു കൊണ്ട് തന്നെ മെഡിസിൻസ് അറ്റ്ലീസ്റ്റ് അത്യാവശ്യമുള്ള മെഡിസിൻസ് നമ്മൾ എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ലിപ് ബാം നമുക്ക് വളരെ ആവശ്യമുള്ള കാരണം വളരെ വിൻ്റർ ഡ്രൈ വെതർ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യമായിട്ടൊരു ഗ്ലൂക്കോസ് പൗഡർ, വൈപ്സ്. ജസ്റ്റ് ഞാൻ ജനറലായിട്ടുള്ള വാങ്ങിച്ചാണ്. ഈനോ പൗഡറുകൾ, ബാൻഡേഡ് എന്താണ്, പിന്നെ ബോഡി വാഷ് വാങ്ങിച്ചു. സൺസ്ക്രീൻ ഏതെങ്കിലും ഉള്ള നല്ലതാണ്. സാനിറ്റൈസർ വെച്ചു, വൈറ്റമിൻ സി, ഓഡോമസ് ഇൻ കേസ് റിക്വയർഡ്. പിന്നെ മരുന്നുകൾ, അത്യാവശ്യമായിട്ടുള്ള മരുന്നുകൾ, അതായത് പാരസെറ്റമോൾ, അലർജിക്കുള്ളത്, എന്തെങ്കിലും ഫുഡ് ഇൻഫെക്ഷന് ആവുമിൻ, പിന്നെ അങ്ങനെയുള്ള മരുന്നുകൾ, പിന്നെ ഡയമോക്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മരുന്ന്. അവിടെ കേട്ടിരിക്കുന്ന വളരെ ഹൈ ആൾട്ടിറ്റ്യൂഡാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള ആകുമ്പോൾ നമുക്കവിടെ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടൻ സിംറ്റംസ് AMS വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് കഴിവ് അവരെ നമ്മൾ ഓരോ സ്ഥലത്തും അക്ലിമറ്റൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലതും പല രീതിയിലാണ് ബോഡി ഉള്ളത്. അപ്പം നമുക്ക് മരുന്ന്, ഈ ലവക്സുള്ള മരുന്നുകൾ കഴിക്കുന്നത് നല്ലതാണ്. ഡിപ്പെൻഡ്സ്. അപ്പോൾ ചെന്നിട്ടുള്ള ഞാൻ മണാലി ചെന്നിട്ട് എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് കഴിക്കാമെന്നുള്ള ദിവസത്തിലാണ്. എന്തായാലും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് മരുന്ന് ഉള്ളതിൻ്റെ. പിന്നെ ഒരു ഓയിൽ എടുത്തു ഇൻ കേസ് ജസ്റ്റ് യാത്രയിൽ പോകണ്ടേ, നമുക്ക് വെളിച്ചെണ്ണ ഇല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ. ഒരു ഇതിനെ വെച്ചിരിക്കുകയാണ്. ഇൻഫാക്ട് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ആന്റി സെപ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതെ. പിന്നെ ബാഗ് വെക്കുമ്പോൾ ഞാൻ 1-2 ചെറിയ ബാഗ് എൻ്റെ കൂട്ടത്തിലെടുത്തു. ഇൻ കേസ് റിക്വയർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമുക്ക് ക്യാരി സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം അത് പാക്ക് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ നമ്മുടെ മെയിൻ ബാഗ് ഇതാണ്. ഇത് നമ്മുടെ ബൈക്കിന്റെ പുറകിൽ വെക്കാനുള്ള രീതിയിലുള്ള എല്ലാ ഇതുണ്ട്. ക്ലിപ്സും അതിന്റെ പുറകിൽ വെക്കാനുള്ള എല്ലാ കയ്യാനുള്ള എല്ലാ സൗകര്യമുണ്ട്. അതെല്ലാതെ നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നുള്ളത് ഒരു ടാങ്ക് ബാഗാണ്. അപ്പം അത്യാവശ്യം വേണ്ട പെട്ടെന്ന് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ ഗോപ്രോ, പിന്നെ നമ്മുടെ മരുന്നുകൾ, വണ്ടിയുടെ പേപ്പറുകൾ, ബുക്സ്, RC ബുക്സ്, അങ്ങനെ നമ്മൾ പെട്ടെന്ന് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ വെക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയാണ് ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. സർജിക്കൽ ഗ്ലൗസ് നമുക്ക് വാങ്ങിക്കാൻ വിട്ടുപോയി. അത് നമുക്ക് വേണം, അത് ആഡ് ചെയ്യേണ്ടതാണ്. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള പെട്ടെന്ന് ഓർമ്മ വന്ന് ചെയ്തിരിക്കുന്നത്. ഇനിയും 2-3 ദിവസങ്ങളുണ്ട് യാത്ര തുടങ്ങാനായിട്ട്. അപ്പം അതിനുള്ളിൽ ഒന്നുകൂടെ ഇത് ചെക്ക് ലിസ്റ്റിനകത്ത് നോക്കിയിട്ട് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കണം. ഞാൻ എൻ്റെ കൂടെ ഒരു ലിസ്റ്റ് ഇതിൽ ആഡ് ചെയ്തൊക്കെ ഞാൻ ക്യാരി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്കും ചെക്ക് ലിസ്റ്റ് ആവും. നിങ്ങൾക്കും ഇപ്പം വലിയ വല്ലതും പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലഡാക്കിലൊക്കെ പോകുന്നെങ്കിൽ നിങ്ങൾക്കും ചെക്ക് ലിസ്റ്റ് ആവും. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് നമ്മൾ ഒരു ഇതല്ലാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ആക്ഷൻ ക്യാമറകൾ കൊണ്ടുപോകുന്നുണ്ട്. ഇൻ കേസ് റിക്വയർഡ് നമുക്ക് ഹെൽമെറ്റിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് അഡീഷണൽ ആയിട്ടൊരു ആക്ഷൻ ക്യാമറയും എടുത്തിട്ടുണ്ട്. നേരത്തെ കാറിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നായിരുന്നു, ഡാഷ് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ
ഇമ്പോർട്ടൻ്റ് 256 GB പെൻ കാർഡാണ്, മെമ്മറി കാർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗോപ്രോയ്ക്ക്. അതല്ലാതെ ഞാൻ രണ്ട് അഡീഷണൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. 64 GB എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ഒരു ബാറ്ററി എക്സ്ട്രാ ആയിട്ട് വെച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് ദാറ്റ്സ് ഇനഫ് ഉണ്ടാവും, നമുക്ക് എല്ലാ ദിവസവും ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പവർ ബാങ്ക് ഉണ്ട്, പവർ ബാങ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ചാർജർ, അത്യാവശ്യമുള്ള ചാർജറുകളും പിന്നെ ഐപാഡ് മേ ബി പറ്റില്ല, നമുക്ക് ഡാറ്റ ഇതിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ആ രീതിയിലുള്ള കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു, കണ്ടതിന് നന്ദി, നമസ്കാരം.